അതേപോലെ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ അപേക്ഷിക്കരുത്. ഇത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. പല ആൾക്കാർക്കും നമ്മൾ അപേക്ഷിക്കുന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അവർ പകരം സോളിസിറ്ററിനെയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയൊക്കെ വിശ്വസിച്ചാണ് അവർ അപേക്ഷിക്കുക. അപ്പോൾ അതും ഈ നമ്മൾ എന്താണോ അപേക്ഷിക്കുന്നത്, എന്ത് വിഭാഗത്തിലാണ് അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ലാതെ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റേക്സ് പറ്റാനും തൽഫലമായിട്ട് റെഫ്യൂസ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതേപോലെ ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചെക്ക് ലിസ്റ്റുകൾ. നമ്മൾ ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇതിൽ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് ടിക്ക് ചെയ്തിട്ട് അത് പ്രകാരം ചെയ്തില്ലെങ്കിൽ ചില റെക്കോർഡ്സിലൊക്കെ മിസ്സാവാനും ഇത് അപേക്ഷയെ ബാധിക്കാനും റെഫ്യൂസ് ചെയ്യപ്പെടാനും സാധിക്കും. അതേപോലെ ക്രിമിനൽ റെക്കോർഡ് ഇപ്പോൾ യു.കെയിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ റെക്കോർഡാട്ടോ. കാരണം കുടിയേറ്റക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ യു.കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ബോട്ടിൽ വരുന്ന ആൾക്കാരും ഇല്ലീഗൽ കുടിയേറ്റക്കാർ, അല്ലാതെ നമ്മളെപ്പോലെയുള്ള വിസയിൽ വരുന്ന ആൾക്കാർ കുടിയേറ്റക്കാർ തന്നെയാണ്. അപ്പോൾ അവർ പല ആൾക്കാർക്കും ഇവിടെ വന്ന ശേഷം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതായിട്ട് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷബാന മുഹമ്മദ് പുതിയ ഹോം സെക്രട്ടറി ആയിട്ട് അവർ അധികാരം ഏറ്റെടുത്ത ശേഷം ക്രിമിനൽ റെക്കോർഡ്സിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവർ യു.കെയിലോട്ട് വരുമ്പോൾ അവരുടെ മറ്റു രാജ്യങ്ങളിൽ അവരുടെ ഹോം കൺട്രിയിലെയും അതേപോലെ തന്നെയുള്ള വേറെ മറ്റു രാജ്യങ്ങളിൽ പോയതിനെക്കുറിച്ചുള്ള അതിലേക്ക് എന്തെങ്കിലും രീതിയിൽ ഇവർ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് ചെക്ക് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്.